ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യ താമര വിരിയിച്ച ബി ഗോപകുമാർ നടന്നുകയറിയത് കൊല്ലത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലേക്ക്. സംസ്ഥാനത്താകെ വീശിയടിച്ച UDF തരംഗവും ഇടതുകോട്ടയും തകർത്ത ചാത്തന്നൂരിൽ NDA സ്ഥാനാർത്ഥിയായ ഗോപകുമാർ താമര വിരിയിച്ച് വിസ്മയം സൃഷ്ടിച്ചു. പൊതുവെ വീശിയടിച്ച ഇടതുവിരുദ്ധ തരംഗവും ഗോപകുമാറിന്റെ സ്വീകാര്യതയും NDAയ്ക്ക് അനുകൂലമായി മാറിയപ്പോൾ മെയ് 4-ന് സംസ്ഥാനത്ത് ആദ്യം വിരിഞ്ഞ താമര ചാത്തന്നൂരിന് സ്വന്തമായി. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മത്സരിച്ച നേമത്ത് പോലും പിന്നീടാണ് താമര വിരിഞ്ഞതായി സ്ഥിരീകരണം വന്നത്. പ്രചാരണത്തിന്റെ ആദ്യഘട്ടം മുതൽ ബി ഗോപകുമാർ ജയിച്ചു കയറുമെന്ന ട്രെൻഡ് രൂപപ്പെട്ടെങ്കിലും വിവിധ എക്സിറ്റ് പോൾ പ്രവചനങ്ങളിലും ചാത്തന്നൂരിൽ താമര വിരിയുമെന്ന് ഉറപ്പിച്ചു പറയാതിരുന്നതിനാൽ അപ്രതീക്ഷിതമായി എത്തിയ വിജയം NDA കേന്ദ്രങ്ങളിൽ ആവേശം സൃഷ്ടിച്ചു. 2016-ലും 2021-ലും രണ്ടാം സ്ഥാനത്തെത്തിയിരുന്ന ഗോപകുമാർ മൂന്നാം ഊഴത്തിൽ വിജയതിലകമണിഞ്ഞ BJPയുടെ ശബ്ദമാകാൻ രാജീവ് ചന്ദ്രശേഖറിനും B മുരളീധരനുമൊപ്പം ഇനി നിയമസഭയിലുണ്ടാകും. BJPയുടെ A+ മണ്ഡലങ്ങളിൽ ഇടം നേടിയ ചാത്തന്നൂരിൽ കഴിഞ്ഞ കുറേ കാലമായി മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും നിറഞ്ഞു പ്രവർത്തിക്കുകയായിരുന്നു ഗോപകുമാർ. LDFന്റെ ശക്തി ദുർഗമായ ചാത്തന്നൂരിലെ മിക്ക വിഭാഗം ജനങ്ങളുടെയും മനം കവരാൻ കഴിഞ്ഞുവെങ്കിലും ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ LDFിലേക്കും UDFിലേക്കും കൂട്ടത്തോടെ ഒഴുകിയപ്പോൾ വിവിധ പിന്നോക്ക വിഭാഗം ഹിന്ദുക്കളുടെ വോട്ടുകൾ ഇത്തവണ അധികമായി BJPക്ക് ലഭിച്ചു. ഇടത് സ്ഥാനാർത്ഥി CPIയിലെ R രാജേന്ദ്രന് 47,525 വോട്ടും UDF സ്ഥാനാർത്ഥി കോൺഗ്രസിലെ സൂരജ് രവിക്ക് 35,726 വോട്ടും ലഭിച്ചപ്പോൾ BB ഗോപകുമാറിന് 51,923 വോട്ട് ലഭിച്ചു. ഭൂരിപക്ഷം 4,398. അധ്യാപകനായിരുന്ന ഗോപകുമാർ ദീർഘകാലമായി SNDP യോഗം ചാത്തന്നൂർ യൂണിയൻ പ്രസിഡന്റാണ്. ഏറെക്കാലമായി ഇടതുകോട്ടയായി നിലനിന്ന കൊല്ലം ഇക്കുറി UDF തരംഗത്തിൽ തകർന്നടിഞ്ഞു. കണ്ണൂർ കഴിഞ്ഞാൽ ഇടതുമുന്നണിയുടെ ഉരുക്കുകോട്ടയായി അറിയപ്പെടുന്ന കൊല്ലത്ത് 2001-ൽ നേടിയ 9 സീറ്റിന് ശേഷം ഇതാദ്യമായാണ് UDF 8 സീറ്റിൽ വിജയിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏറ്റ തിരിച്ചടിയേക്കാൾ വലിയ ആഘാതമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് കൊല്ലത്തുണ്ടായത്. 11 നിയമസഭാ സീറ്റും 2016-ൽ LDF തൂത്തുവാരിയെങ്കിൽ 2021-ൽ 9 സീറ്റാണ് LDFനുണ്ടായിരുന്നത്. ഇക്കുറി 8 സീറ്റുകൾ UDF തൂക്കിയപ്പോൾ LDFന് ലഭിച്ചത് 2 സീറ്റുകൾ, 1 സീറ്റ് NDA നേടി. കൊട്ടാരക്കരയിൽ CPM വിട്ട് കോൺഗ്രസിലെത്തിയ P ഐഷ പോറ്റിയോട് ഏറ്റുമുട്ടി CPMലെ KN ബാലഗോപാൽ 1012 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കഷ്ടിച്ചാണ് കടന്നുകൂടിയത്. രണ്ടാമത്തെ സീറ്റ് ലഭിച്ചത് പുനലൂരിലാണ്. ഇവിടെ CPIയിലെ C അജയപ്രസാദ് 21,529 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതാണ് ഏക ആശ്വാസം. ഏത് രാഷ്ട്രീയ പ്രതിസന്ധിയിലും തുടർച്ചയായി LDF വിജയിച്ചു വരുന്ന കുന്നത്തൂരിലും ഇരവിപുരത്തും അടിപതറിയത് വലിയ ആഘാതമായി. കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പുകളിലും തുടർച്ചയായി LDF ജയിച്ചു വന്ന ചാത്തന്നൂരിൽ NDAയുടെ അട്ടിമറി ജയവും LDFന് കനത്ത ആഘാതമായി. ചാത്തന്നൂരിൽ ചിട്ടയായ പ്രവർത്തനവും ആസൂത്രണവുമാണ് BJPയുടെ വിജയ കാരണം. A-ക്ലാസ് മണ്ഡലം എന്ന പരിഗണന നൽകി മാസങ്ങൾക്ക് മുൻപേ ബൂത്തുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ ഓരോ ബൂത്തിലും മുഴുവൻ സമയ പ്രവർത്തകനെ നിയോഗിച്ചു. ന്യൂനപക്ഷ വോട്ടുകളുടെ കുറവ് പരിഹരിക്കാൻ വിവിധ സമുദായങ്ങളുടെ വോട്ട് ഉറപ്പിച്ചു. മറ്റു 2 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾക്ക് മണ്ഡലത്തിൽ കാര്യമായ വ്യക്തി-കുടുംബ ബന്ധങ്ങൾ കുറവാണ് എന്നതും നിർണായകമായി. ആദിച്ചനല്ലൂർ പഞ്ചായത്തിൽ LDFും പൂയപ്പള്ളിയിൽ UDFും നേടുന്ന ലീഡ് പരമാവധി കുറച്ചുകൊണ്ട് BJPക്ക് ശക്തമായ വളർച്ചയുള്ള ചാത്തന്നൂർ, ചിറക്കര, കല്ലുവാതുക്കൽ, പൂതക്കുളം പഞ്ചായത്തുകളിലും പരവൂർ നഗരസഭയിലും വലിയ മുന്നേറ്റം നടത്തുന്നതിലായിരുന്നു ശ്രദ്ധ. ഇവയെല്ലാം ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള മേഖലകളായിരുന്നു. ഇടതുപക്ഷത്തിന്റെ പ്രവർത്തനം പല മേഖലകളിലും നിർജീവമായിരുന്നു. സ്ലിപ്പ് നൽകാൻ മാത്രം വീടുകൾ കയറിയ സ്ഥലങ്ങൾ പോലുമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 54,117 വോട്ട് നേടി UDFിനേക്കാൾ 11,652 വോട്ടിന് മുന്നിലായിരുന്നു LDF. UDFന് 42,435 വോട്ട് അന്ന് ലഭിച്ചപ്പോൾ NDAയ്ക്ക് 36,580 വോട്ടായിരുന്നു ലഭിച്ചത്. അതാണ് 51,923 വോട്ടായി NDA ഉയർത്തിയത്. LDFനും UDFനും വോട്ട് കുറഞ്ഞു. കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ജില്ലയിൽ ഏറ്റവും പരിതാപകരമായ മണ്ഡലമാണ് ചാത്തന്നൂർ. നേതാക്കൾ തമ്മിൽ സ്വരച്ചേർച്ചയില്ലാത്തതും വിനയായി. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരവൂർ നഗരസഭയിലെ ഭരണം നഷ്ടപ്പെട്ട കോൺഗ്രസ് അംഗബലത്തിൽ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് നേതാക്കളുടെ തമ്മിൽക്കുത്തിലാണ്. ആദിച്ചനല്ലൂർ, പൂതക്കുളം പഞ്ചായത്തുകളിലെ അംഗബലത്തിൽ UDF 3-ാമതാണ്.
ചാത്തന്നൂർ പഞ്ചായത്തിൽ ഒരു സീറ്റ് മാത്രമാണ് UDF-നുള്ളത്. കരുനാഗപ്പള്ളിയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ NDA 20,000-ഓളം വോട്ട് കൂടുതൽ നേടി. ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജ്പ്രസാദ് മത്സരിച്ച കുന്നത്തൂരിൽ 3,000-ഓളവും വർദ്ധിച്ചു. കൊല്ലത്ത് 4,285 വോട്ടും ഘടകകക്ഷിയായ BDGS മത്സരിച്ച ഇരവിപുരത്ത് 2,001 വോട്ടും വർദ്ധിച്ചു. 2020 മത്സരിച്ച പുനലൂർ, പത്തനാപുരം എന്നിവിടങ്ങളിലും ചടയമംഗലം, ചവറ, കൊട്ടാരക്കര മണ്ഡലങ്ങളിലും വോട്ട് കുറഞ്ഞു. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, കോൺഗ്രസോ CPM-ഓ ചാത്തന്നൂരിനെ വലിയ രീതിയിൽ കാര്യമാക്കിയില്ല എന്നത് മാത്രമല്ല, BJP-യെ അവിടെ വില കുറച്ചു കണ്ടു എന്നതും തിരിച്ചടിയായി.